ഇന്ന് തുടക്കത്തില് ആമുഖത്തില് ബ്രദർ പറഞ്ഞതുപോലെ ക്രിസ്തീയ ലോകം, നമ്മുടെ ചുറ്റുപാടുമുള്ള ക്രിസ്തീയ ലോകം അവര് കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെയും കർത്താവിന്റെ അതിനെ തുടർന്നുള്ള ഉയർപ്പിനെയും ഒക്കെ ചിന്തിക്കുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്, ഒരു സമയമാണ് ഇത്. നമ്മളെ സംബന്ധിച്ചോ? നമുക്ക് ഒരു വാക്യം ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം. മർക്കോസിന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം, അതിൻ്റെ 8-9 വാക്യങ്ങൾ ഞാൻ ഇങ്ങനെ വായിക്കുന്നു. അവൾ തന്നാൽ ആവത് ചെയ്തു, കല്ലറയിലെ അടക്കത്തിനായി എൻ്റെ ദേഹത്തിന് മുമ്പ് കൂട്ടി തൈലം തേച്ചു. സുവിശേഷം ലോകത്തിലൊക്കെയും പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കർത്താവായ യേശുക്രിസ്തു ബഥാന്യയിലെ കുഷ്ഠരോഗിയായിരുന്ന ശിമോന്റെ വീട്ടിൽ, കുഷ്ഠരോഗിയായ ശിമോൻ എന്നാണ് ഇവിടെ പറയുന്നത്, അതിൻ്റെ 3-ാമത്തെ വാക്യം. തീർച്ചയായിട്ടും അന്നത്തെ രീതി അനുസരിച്ച് കുഷ്ഠരോഗിയായ ഒരാളുടെ ആ വീട്ടില് അങ്ങനെ പോകാനായിട്ട്, ആളുകൾ കൂടാനായിട്ട് സാധ്യത കുറവാണ്. അതുകൊണ്ട് ഈ ശിമോൻ ഒരിക്കൽ കുഷ്ഠരോഗിയായിരുന്നു. കർത്താവായ യേശുക്രിസ്തു അവനെ സൗഖ്യമാക്കി, അവന് വിടുതൽ പ്രാപിച്ചു. അവനിപ്പോൾ ആ നിലയിൽ സൗഖ്യമുള്ളവനും പൂർണ്ണ വിടുതലുള്ളവനും സമൂഹത്തിൽ അംഗീകാരമുള്ളവനുമാണ്. ആ ശിമോന്റെ വീട്ടിൽ ഒരു പക്ഷേ കർത്താവിനോടുള്ള നന്ദിയുടെ ഒരു പ്രകടനമെന്ന നിലയിൽ അവനൊരു വിരുന്ന് നടത്തുകയായിരിക്കാം. ഏതായാലും യേശുവും മറ്റാളുകളും ഒക്കെ ആ വിരുന്നിന് ശിമോന്റെ വീട്ടിൽ അവിടെ ഉണ്ട്. അവിടെ ഉള്ളപ്പോൾ ഇതാ ഒരു സ്ത്രീ ഒരു വെൺകൽ ഭരണി വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലവുമായി വന്ന് ഭരണി പൊട്ടിച്ച് അവന്റെ തലയിൽ ഒഴിച്ചു. അപ്പോ അത് കണ്ടുകൊണ്ട് നിന്ന ആളുകളൊക്കെ, അവിടെ ഉണ്ടായിരുന്ന ആളുകള് ഒക്കെ ആ സംഭവത്തെ ഇങ്ങനെ വിമർശിച്ചു. അവരുടെ ഹൃദയത്തിൽ പറഞ്ഞു. ചിലർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രഹസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. എന്താ പറഞ്ഞത്? എന്തൊരു മണ്ടത്തരം ഈ കാണിക്കുന്നത്, ഈ സ്വച്ഛ ജഡമാംസി തൈലം എന്ന് വെച്ചാൽ അത് ഇത്രയുണ്ട്, അതിന് ഇന്നത്തെ വില അനുസരിച്ച് ഏതാണ്ട് ഇത്ര വില വരും. ഈ പൈസയൊക്കെ ഇങ്ങനെ വെറുതെ കളയണോ? മനുഷ്യരായാൽ ഇത് പണത്തിന്റെ കാര്യത്തിൽ ഒരു സൂക്ഷ്മത വേണ്ടേ? ഇത് ഒരാളെ പൂശാൻ വേണ്ടി ഇത്രയും വിലയേറിയ തൈലം പാഴാക്കി കളയണോ എന്നൊക്കെ അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ചപ്പോ യേശു ഇവരുടെ ഹൃദയനില മനസ്സിലാക്കി അവിടെ ഇന്ററപ്റ്റ് ചെയ്തു, അവിടെ അതിൽ ഇടപെട്ടിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ അവളെ അസഹ്യപ്പെടുത്താതെ, അവള് എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്, എൻ്റെ ശവസംസ്കാരത്തിനായിട്ട് ഈ കാര്യം ചെയ്തു എന്ന് അങ്ങനെ അങ്ങ് ചിന്തിക്കാം. ഞാനോ എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുകയില്ല എന്നുള്ള നിലയിലെ കർത്താവ് സംസാരിക്കുകയും, അതിൻ്റെ 8-ാമത്തെ വാക്യം, കല്ലറയിലെ അടക്കത്തിനായി എൻ്റെ ദേഹത്തിന് മുമ്പ് കൂട്ടി തൈലം തേച്ചു. കണ്ടോ? അപ്പൊ കർത്താവ് പെട്ടെന്ന് തൻ്റെ മരണത്തെക്കുറിച്ച് പറയുക. ഈ മരണം ഇനി പെട്ടെന്ന് സംഭവിക്കാൻ പോവുക, അതിനുവേണ്ടി മുൻപ് കൂട്ടി അവൾ തൈലം തേച്ചു എന്നിരിക്കട്ടെ. അവളെ അസഹ്യപ്പെടുത്തണ്ട. അവൾ തന്നാൽ ആവതാണ് ചെയ്തത്. ഓരോരുത്തർക്ക് ചെയ്യാൻ കഴിയുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ, അവൾ തന്നാൽ ആവതി ചെയ്തു. ഇവൾ ഈ ചെയ്ത ഈ കാര്യം ഒരു വലിയ വേസ്റ്റായിട്ട്, ഒരു വലിയ പാഴാക്കലായിട്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. എന്നാൽ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം ഈ സന്ദേശവും കൂടെ പോകും എന്ന് യേശു പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുന്നു. അതിലെ ഒടുവിലത്തെ 2 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. പ്രിയപ്പെട്ടവരെ, 4 സുവിശേഷങ്ങളിലും ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യം ഈ കാര്യമാണോ, ഇതിന് സമാനമായ വേറെ സംഭവമാണോ, നമുക്ക് അതിൻ്റെ അകത്ത് വേദപണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ ഈ സംഭവം, സ്ത്രീ കർത്താവിന്റെ പരിമള തൈലം പൂശുന്ന ആ സംഭവം പറയുമ്പോൾ അതാരാണെന്ന് യോഹന്നാൻ കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം ആദ്യത്തെ വാക്യങ്ങൾ നോക്കുക, 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നോക്കുക. അത് ബഥാന്യയിൽ മറിയയാണ്. ഏത് മറിയ? ലാസറിന്റെ സഹോദരിയായ മറിയയാണ്
ഈ തൈലം പൂശിയത് എന്ന് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മാർത്ത എന്തോ ചെയ്തു? മാർത്ത പതിവ് പോലെ തന്നെ കർത്താവിനെയും വിരുന്നുകാരെയും ഒക്കെ ശുശ്രൂഷിച്ചുകൊണ്ട് നിന്നു. മറിയ ചെന്ന് തൈലം കൊണ്ടുവന്ന് കർത്താവിനെ പൂശി എന്ന് കാണുന്നു. അതിന് ഒരു കാര്യമുണ്ട്. എന്താ? മരിച്ചവരിൽ നിന്ന് ഉയർത്ത ലാസറും അവിടെ ഉണ്ട്. കർത്താവ് മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചു. അപ്പൊ അവിടെയാണെങ്കിൽ രണ്ട് വിധത്തിൽ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയുണ്ട്. ലാസർ അവിടെ ഇരിക്കുമ്പോൾ വരുന്നവരും ഈ സഹോദരിമാരും ഒക്കെ ലാസർ 4 ദിവസം മുമ്പ് മരിച്ചതും അവനെ മരണത്തിൽ നിന്ന് യേശു ഉയർപ്പിച്ചതും ആ കാര്യത്തെക്കുറിച്ച്, മരണം ഉയർത്തെഴുന്നേൽപ്പ് ലാസറിനെ സംബന്ധിച്ച്. അതുപോലെ തന്നെ കർത്താവും എന്താണ്? കർത്താവിനും ഈ പറഞ്ഞതുപോലെ മുമ്പിൽ ഒരു മരണമുണ്ട്. കണ്ടോ, അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നു, യേശു അവളെ വിടുക, എന്റെ ശവസംസ്കാര ദിവസത്തിനായി ഇത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ. അപ്പോ കർത്താവിന്റെ ശവസംസ്കാരം വരുന്നു എന്നൊക്കെ കർത്താവും അവിടെ പറയുന്നു. ഇത് പക്ഷേ യോഹന്നാൻ പറയുമ്പോൾ മറിയയാണ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. എന്നാൽ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം അതിന്റെ 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലും, ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 36 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിലും ഒക്കെ ഇതേപോലെ ഒരു സ്ത്രീ വന്ന് പരിമള തൈലം പൂശിയതിനെ കുറിച്ചൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആ സ്ത്രീയെ കുറിച്ച് മറിയെന്നൊന്നും പറഞ്ഞിട്ടില്ല. ചിലയിടത്ത് പാപിനിയായ ഒരു സ്ത്രീ എന്ന് പറയുന്നുണ്ട്. നമുക്കറിയില്ല. ഏതായാലും സമാനമായ 2 രംഗങ്ങൾ യേശുവിന്റെ ജീവിതകാലത്തുണ്ടായി എന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. ഒന്ന് ഈ മറിയ തൈലം പൂശി, അതുപോലെ തന്നെ മറ്റൊരു സ്ത്രീ ആയിരിക്കാം, അവളും തൈലം പൂശി. പക്ഷേ സംഭവിച്ച കാര്യം ഒന്ന് തന്നെയാണ്. എന്തിനാണ് അവൾ തൈലം പൂശിയത്? ശവസംസ്കാരത്തിന് മുന്നോടിയായിട്ടും, അല്ലെങ്കിൽ ശവസംസ്കാരം, കർത്താവിന്റെ ഉയർപ്പ്, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ കർത്താവിന്റെ ശവസംസ്കാരം വരുന്നെന്ന് കണ്ട് മുൻകൂർ തൈലം തേച്ചതുപോലെയുള്ള ഈ സംഭവങ്ങൾ നമ്മൾ പെട്ടെന്ന് ഓർത്തു പോകും. പ്രത്യേകിച്ചും യോഹന്നാന്റെ സുവിശേഷം 12-ൽ യേശുവിന്റെ മരണവും അടക്കവും പുനരുത്ഥാനവും മാത്രമല്ല നമ്മുടെ ചിന്തയിൽ വരുന്നത്. കർത്താവ് സ്വന്തം മരണത്തിനും അടക്കത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും മുമ്പ് ലാസർ എന്ന് പറഞ്ഞ ഒരാളെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചതും ഒക്കെ, അതും നമ്മുടെ ഓർമ്മയിലെ വരുന്നു. 2 മരണവും ശവസംസ്കാരവും ഉയർപ്പിനെ കുറിച്ചുമുള്ള ഓർമ്മകൾ കൊണ്ടുവരുന്നതാണ് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള സംഭവം. മറ്റ് സംഭവങ്ങളിലൊക്കെ കർത്താവിന്റെ ഉയർപ്പിനെ കുറിച്ചാണ്, മരണത്തെക്കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. ഏതായാലും ഇന്ന് ക്രിസ്തീയ ലോകം ഈ നിലയിൽ യേശുവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിലൊക്കെ അവര് പല പരിപാടികളൊക്കെ നടത്തുകയും, ക്രൂശിന്റെ വഴി എന്ന് പറഞ്ഞ് ഒക്കെ പല പരിപാടികൾ നടത്തുകയും, ഇന്നിതാ ക്രിസ്തീയ ലോകം കർത്താവിന്റെ ഉയർപ്പിനെ അനുസ്മരിച്ചുകൊണ്ട് ഈസ്റ്റർ അത് ആഘോഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്, ഒരു സമയമാണ് ഇന്ന്. ഈ സമയത്ത് ദൈവമക്കളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിൽ വരേണ്ടത്? ഒന്ന്, കർത്താവിന്റെ മരണവും അടക്കവും ഉയർപ്പും എന്തിനെ കാണിക്കുന്നു? രക്ഷയെ കാണിക്കുന്നു. പ്രാഥമികമായിട്ടും അതാണ് കാണിക്കുന്നത്. യേശു നമ്മെ പോലെ ഈ ഭൂമിയിൽ വന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് മാനവരാശിയുടെ രക്ഷയുടെ വഴി ആ നിലയില് അത് തുറന്നു തന്നു. ഇന്ന് കർത്താവായ യേശുവിനെ നമ്മുടെ നാഥനും കർത്താവുമായിട്ട് സ്വീകരിക്കുന്ന ഏത് പാപിക്കും, അവൻ ഏത് കുടുംബത്തിൽ ജനിച്ചോട്ടെ, ഏത് പശ്ചാത്തലത്തിൽ ജനിച്ചോട്ടെ, ഏത് ആ നിലയിലുള്ള അവന്റെ വിദ്യാഭ്യാസം എന്തായിക്കോട്ടെ, അവന്റെ ആരോഗ്യസ്ഥിതി എന്തായിക്കോട്ടെ, ഏത് രാജ്യക്കാരനായിക്കോട്ടെ, മനുഷ്യനാണോ, ഒരു ആത്മാവുള്ളിലുണ്ടോ, ഉണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യാൻ കഴിയും? ആ ആത്മാവിന്റെ രക്ഷയ്ക്കായിട്ട് യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് യേശുവിന്റെ ഈ മരണവും അടക്കവും ഉയർപ്പും ഒക്കെ പ്രാഥമികമായിട്ട് നമ്മളോട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ കാലാകാലങ്ങളിൽ കർത്താവിനെ ഈ ബലിമരണത്തിൽ വിശ്വസിച്ച് കർത്താവിൽ ശരണപ്പെട്ട് നമ്മൾ ആ രക്ഷയുടെ മാർഗം, ആ വഴിയിലൂടെ വന്നവരാണ് ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം പേരുമെന്ന് എനിക്കറിയാം.
എന്നാൽ അങ്ങനെ അല്ലാത്ത ആരെങ്കിലും ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇതാ കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കണം. അതാണ് അതിന്റെ തുടക്കം. അതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഈ ജീവിതം കൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും മഹത്തായ കാര്യം എന്നൊക്കെ ഓർപ്പിക്കുന്നതാണ് ഈ ക്രിസ്തീയ ലോകം ഇന്ന് കഷ്ടാനുഭവങ്ങളും അതുപോലെ തന്നെ ഉയർപ്പിനെ കാണിക്കുന്ന ഈസ്റ്ററും ഒക്കെ ആഘോഷിക്കുന്ന ഈ കാര്യം എന്ന് പ്രാഥമികമായിട്ട് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നു. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ മീറ്റിങ്ങിന് വന്നതുകൊണ്ട് പ്രയോജനമില്ല. 10 മീറ്റിങ്ങിന് തുടർച്ചയായിട്ട് വന്നാൽ സ്വർഗത്തിൽ പോകാം എന്ന് ബൈബിളിൽ പറയുന്നില്ല. അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ക്രിസ്തീയ മീറ്റിങ്ങിൽ കൊണ്ടുവന്ന് കുറച്ച് പണം കൊടുത്താൽ അവിടെ പോകാമെന്ന് പറയുന്നില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ത്യാഗപരമായ ചില പ്രവർത്തനങ്ങൾ ആളുകൾക്ക് വേണ്ടി ചെയ്താൽ നിങ്ങളുടെ രക്ഷ ഉറപ്പായി എന്ന് ബൈബിൾ പറയുന്നില്ല. മറിച്ച് എന്താ? പാപിയാണെന്ന് സമ്മതിക്കുക, ആ ബോധ്യത്തോടെ എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിനാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത് എന്ന് വിശ്വസിക്കുക, അവനിൽ ശരണപ്പെടുക, അവന്റെ മരണ അടക്ക പുനരുത്ഥാനങ്ങളോടുള്ള ഏകീഭാവത്തിൽ കർത്താവേ ഞാനൊരു പാപിയാണ്, എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ അടുത്തേക്ക് വന്നാൽ കർത്താവ് തീർച്ചയായിട്ടും നമ്മളെ തള്ളിക്കളയുകയില്ല. ഇത് ഇപ്പോഴ പുതിയ ആളുകൾ ധാരാളം നമ്മുടെ ഇടയിലേക്ക് വരുന്നത് കൊണ്ട് നമ്മളെപ്പോഴും ഈ കാര്യം കൂടെ ഒന്ന് പറഞ്ഞിട്ടേ പോകാറുള്ളൂ. അപ്പോൾ ആ നിലയിൽ ഈ കാര്യം കർത്താവിൻ്റെ ശവസംസ്കാര ദിവസത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇതാ ഈ സ്ത്രീ വന്ന് തൈലം പൂശി എന്നുള്ള ഈ സംഭവം നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രാഥമികമായിട്ട് രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ നിലയിൽ ഈ സമയം അതിനായിട്ട് എടുക്കണം, അതിനെക്കുറിച്ച് ചിന്തിക്കണം. അതാണ് ജീവിതത്തിലെ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ഉത്തമമായ, നമ്മുടെ നിത്യതയെ സംബന്ധിച്ചുള്ള ഏറ്റവും ഉത്തമമായ മാർഗം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്തീയ ഭവനങ്ങളിൽ തന്നെ ജനിച്ചു വളർന്ന കുഞ്ഞുങ്ങളാണെങ്കിലും അവര് അവിടെ ജനിച്ചു വളർന്നു എന്നുള്ളത് കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഈ അനുഭവത്തിലേക്ക് വരികയില്ല. നിങ്ങളും ജീവിതത്തിൽ ഇതേവരെ ഇങ്ങനെ ഒരു അനുഭവം ഇല്ലെങ്കിൽ ഇപ്പോൾ ആ നിലയിൽ ഒരു അനുഭവത്തിലേക്ക് വരണം എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ വായിച്ച ആ വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി പോകാം. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തില് ഇതാ കർത്താവിന്റെ അടുത്ത് 14-ാം അധ്യായം അതിന്റെ 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്, അവൻ ബഥാന്യയിൽ കുഷ്ഠരോഗിയായ ശിമോന്റെ വീട്ടിൽ പന്തിയിൽ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ വെൺകൽ ഭരണി വിലയേറിയ സ്വച്ഛജടമാംസി തൈലവുമായി വന്ന് ഭരണി പൊട്ടിച്ച് അവന്റെ തലയിൽ ഒഴിച്ചു. അന്നത്തെ വിലയനുസരിച്ച് ഏതാണ്ട് ഒരാളുടെ ഒരു വർഷം മുഴുവൻ ജോലി ചെയ്താൽ കിട്ടുന്ന പണം, അത് ഒന്നും അതിൽ നിന്ന് എടുക്കാതെ സൂക്ഷിച്ചു വെച്ചാൽ ഒരു വർഷം കൊണ്ട് എത്ര പണം ഉണ്ടാകുമോ ആ പണത്തിന് തുല്യമായ തുക കൊടുത്താലേ ഇത്രയും ഒരു വെൺകൽ ഭരണി സ്വച്ഛജടമാംസി തൈലം കിട്ടുകയുള്ളൂ എന്നാണ് ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് പഠിച്ചവരും ആ കാലഘട്ടത്തെ അറിയാവുന്നവരും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്കുക, ഇതെത്ര വിലയേറിയ ഒന്നാണ്. ഒരാളുടെ ഒരു 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 സ്ത്രീയാണ് ഇത് ചെയ്തത്. അവളുടെ ഒരു വർഷം, അല്ലെങ്കിൽ ഒരു വർഷം എന്ന് പറയുമ്പോൾ ഒരു വർഷത്തെ സമ്പാദ്യം മുഴുവൻ കൂട്ടി വയ്ക്കുന്നു. അങ്ങനെ കൂട്ടിവെക്കാൻ ഒരു സ്ത്രീക്ക് കഴിയുമോ? തീർച്ചയായിട്ടും ഇല്ല. അവൾ ജോലിക്ക് പോയി വന്നാൽ ആ കിട്ടുന്ന പണം കൊണ്ട് അവളുടെ കുഞ്ഞുങ്ങളുടെ വിശപ്പ് മാറ്റണം, വീട്ടിലെ പ്രായമായവരെ തീറ്റിപ്പോറ്റണം, അങ്ങനെയൊക്കെ അവൾ എടുക്കും. അങ്ങനെ എടുക്കാതെ സൂക്ഷിച്ചു വെക്കണമെങ്കിൽ എത്ര വർഷത്തെ അവളുടെ സമ്പാദ്യത്തിന്റെ ആകെ തുകയായിരിക്കും ഇത് നമുക്കറിഞ്ഞുകൂടാ. എങ്കിലും വളരെ വലിയൊരു തുകയാണ് എന്നോർക്കുക. അതാണ് ഇവിടെ കൊണ്ടുവന്ന് ആ നന്ദിയോടെ കർത്താവിനെ പൂശാനായിട്ട് ഉപയോഗിച്ചത് എന്ന് നമ്മൾ ഓർക്കണം. എന്നിട്ട് അത് കണ്ടോ, അതിന്റെ 3-ാമത്തെ വാക്യത്തില് തൈലമായി വന്ന് ഭരണി പൊട്ടിച്ച് അവന്റെ തലയിൽ ഒഴിച്ചു. ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട്, ഇത് സ്ത്രീ സഹജമായ ഒരു രീതിയല്ല. സ്ത്രീകളൊക്കെ ഈ തൈലവുമായിട്ട് വന്നാൽ ആ തൈലമൊക്കെ യേശുവിന്റെ കാൽക്കൽ പൂശിയേച്ച് ആ ഭരണി പൊട്ടിക്കാതെ വീട്ടിൽ കൊണ്ടുവരും. എന്താ, വല്ലതും ഇട്ട് വെക്കാവല്ലോ, കൊച്ചുങ്ങളുടെ ബിസ്ക്കറ്റ് ഇട്ട് വെക്കാം. സ്ത്രീകളല്ലേ, അവർക്കൊരു
കാര്യങ്ങളെ പൊസസ് ചെയ്യുന്ന ഒരു മനോഭാവമുണ്ട്, ഒരു സ്ത്രീ സഹജമായ ഒരു രീതിയുണ്ട്. ഇവൾ ആ ഭരണി പൊട്ടിച്ചു എന്ന് പറഞ്ഞാൽ അത് വിരല് ചൂണ്ടുന്ന ഒരു മനോഭാവമുണ്ട്. എന്ന് വെച്ചാൽ എനിക്കിനി ഭാവിയെക്കുറിച്ച് ആ നിലയിൽ ഞാൻ ഒന്നും ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മുഴുവനും, എൻ്റെ കഴിഞ്ഞ കാലത്തെ അധ്വാനവും എൻ്റെ ഭാവിയെ സംബന്ധിച്ച കാര്യവും എല്ലാം ഇവന്റെ കാൽക്കൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാന് അർപ്പിക്കുന്നു എന്നൊരു മനോഭാവമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ അങ്ങനെ അവൾ ചെയ്തപ്പോ ഈ ആളുകളെല്ലാം എന്ത് ചെയ്തു? ആളുകള് ഇത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് പറയുന്നതൊക്കെ നമ്മൾ കാണുന്നു. വേറെ നമ്മൾ ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്, ഈ തർക്കത്തിന് മുൻകൈ എടുത്തത് ഇസ്കരിയോത്തായ യൂദയാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്കരിയോത്തായ യൂദ എന്നിട്ട് അതിന്റെ വിലയൊക്കെ പറഞ്ഞു. ഇത് 300 വെള്ളിക്കാശ്. പണത്തിന്റെ കാര്യത്തിൽ വളരെ കൃത്യതയുള്ള ആളായിരുന്നു ആര്? ഇസ്കരിയോത്തായ യൂദ. കാശിന്റെ കാര്യം, ഒരു കാര്യം കണ്ടാൽ അതിന് എന്തോ വിലയാകും, അത് ഇത്ര ഉണ്ടെങ്കിൽ അതേ ഗുണം ഇത്ര, അപ്പൊ ഇത്ര രൂപ. ഇന്നത്തെ മാർക്കറ്റ് വില അനുസരിച്ച് നമ്മുടെ ചില ആളുകളുണ്ടല്ലോ, എന്തോ കണ്ടാലും, ഒരു വണ്ടി കണ്ടാലും ഒരു സ്ഥലം കണ്ടാലും മാർക്കറ്റ് വില അനുസരിച്ച് ബ്രദറെ, അത് എന്റെ പൊന്നു സ്നേഹിത, ഓരോരുത്തരുടെ ശീലങ്ങളുണ്ട്, ഓരോരുത്തരുടെ പരിചയങ്ങളുണ്ട്, ഞാൻ സമ്മതിക്കുന്നു, ഞാനതിനെ പുച്ഛിച്ചു പറയുകയല്ല. പക്ഷേ നമ്മുടെ മനസ്സ് ഏതിലാണ് ഇരിക്കുന്നത്? ഇസ്കരിയോത്തായ യൂദ ഇത് കണ്ടപ്പോ അതിന്റെ പൈസ എത്ര ആകുമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചിന്തയിൽ വന്നത്. എന്നിട്ട് അതിങ്ങനെ വെറുതെ കളയുന്ന കണ്ടിട്ട് ഒട്ടും സഹിച്ചില്ല. നോക്ക, ഇവിടെ 14-ാം അധ്യായത്തിന്റെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മർക്കോസ് 14-ന്റെ ഈ സംഭവം അതിന്റെ 3 മുതൽ 9 വരെയുള്ള ഭാഗത്താണ് പറയുന്നത്. കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ ഇതിനെക്കുറിച്ച് അവളെ അസഹ്യപ്പെടുത്തണ്ട, അവൾ തന്നാൽ ആവതി ചെയ്തു, അവൾ ചെയ്തത് നല്ല കാര്യമാണ്, സുവിശേഷം പോകുന്നിടത്തെല്ലാം ഇതും അവളുടെ ഓർമ്മയ്ക്കായിട്ട് പ്രസ്താവിക്കും എന്ന് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോ അതിന്റെ 10-ാമത്തെ വാക്യം തുടങ്ങുന്നത് കണ്ടോ? പിന്നെ പന്തിരുവരിൽ ഒരുത്തനകത്തായ ഇസ്കരിയോത്താവായ യൂദ മഹാപുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കേണ്ടതിന് അവരുടെ അടുക്കൽ ചെന്നു. അവർ അത് കേട്ട് അവന് പണം കൊടുക്കാം. നോക്ക്, ഈ ഇസ്കരിയോത്തായ യൂദ കർത്താവിനെ ഒറ്റിക്കൊടുക്കാനുള്ള പൈസ വാങ്ങിക്കുന്ന കാര്യമൊക്കെ എങ്ങനെയാ വന്നത്? ഈ സ്ത്രീയുടെ ഈ സ്വച്ഛജടമാംസി തൈലത്തിന്റെ വിലയൊക്കെ കണക്ക് കൂട്ടി, അപ്പൊ ഇത്ര രൂപ എന്നൊക്കെ കൂട്ടി, അങ്ങനെ ആയപ്പോ ഏതായാലും ഇവൾ ഇങ്ങനൊക്കെ കൊണ്ടുവന്ന് കളയുന്നു, എന്നാ 10 പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച തൊട്ടടുത്ത രംഗത്ത് പിന്നെ പന്തിരുവരിൽ ഒരുത്തനായ ഇസ്കരിയോത്തായ യൂദ നേരെ പുരോഹിതനെ പോയി കണ്ട്, ഞാൻ കാണിച്ചു തരാം എത്ര കാശ് കിട്ടും എന്നൊക്കെ വില പേശി ഒരു തുകയൊക്കെ തീരുമാനിച്ചതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, അപ്പോ ഇന്നത്തെ ലോകത്ത് പലതരത്തിലുള്ള ആളുകളുണ്ട്. യേശുവിനെ വെറുപ്പോടെ കാണുന്ന ആളുകളുണ്ട്. ക്രിസ്തീയതയ്ക്കെതിരെ പീഡനങ്ങളും ഒക്കെയായിട്ട് ഇന്നത്തെ നമ്മുടെ രാജ്യത്തും പലയിടത്തും പല കാര്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, വാർത്തകൾ വരുമ്പോൾ നമുക്കറിയാം. പഴയതിനേക്കാളും കൂടുതൽ ആ നിലയിലെ ക്രിസ്തീയതയ്ക്കോടുള്ള എതിർപ്പുകൾ പ്രകടിപ്പിക്കാൻ ആളുകൾക്ക് മടിയില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഈ സംഭവത്തോടുള്ള ബന്ധത്തിലും യേശുവിനെ ആ നിലയിൽ വെറുത്ത ഒരു കൂട്ടരുണ്ട്. 2, ഈ കാര്യത്തില് അവർക്ക് വെറുപ്പൊന്നുമില്ല, പക്ഷേ പണം ബുദ്ധിയായിട്ട് ഉപയോഗിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഈ കാര്യത്തെ ക്രിട്ടിസൈസ് വിമർശിച്ച ആളുകളുണ്ട്. പക്ഷെ ഇവരുടെ മധ്യത്തിൽ ഈ സ്ത്രീ വേറിട്ട് നിൽക്കുന്നു. അവൾ എന്ത് ചെയ്തു? അവളുടെ മുഴുവൻ സമ്പാദ്യവും, അല്ലെങ്കിൽ അവളുടെ ജീവിതം മുഴുവൻ കർത്താവിന്റെ കാൽക്കൽ കൊണ്ടുവന്ന് അർപ്പിക്കുന്നു. അതിൻ്റെ അകത്തെ ലാഭനഷ്ടങ്ങൾ അവൾ കണക്കാക്കുന്നില്ല. കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് അവളെ അഭിനന്ദിക്കുന്നു. അവളാണ് ബുദ്ധിയായിട്ട് ചെയ്തത്. ഈ 3 കൂട്ടരിൽ ഇവളാണ് ബുദ്ധിയായിട്ട് ചെയ്തത് എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നു, അവൾ തന്നാലാവത് ചെയ്തു. ഷീ ഡിഡ് വാട്ട് ഷീ കുഡ്. അവളെ കൊണ്ടാകുന്നത് അവൾ ചെയ്തു. നമ്മുടെ ഇന്ത്യയില് വന്ന് ഏകദേശം 50-ൽ പരം വർഷങ്ങള് മിഷണറിയായിട്ട് പ്രവർത്തിച്ച എമി കാർമൈക്കിൾ എന്ന് പറഞ്ഞ സഹോദരിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. നേരത്തെ നമ്മുടെ മാഗസിനിൽ എവിടെയോ എഴുതിയിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു. എമി കാർമൈക്കിള് അയർലൻഡിൽ നിന്ന്, അവിടുത്തുകാരിയാണ്. അവിടെ
ജനിച്ചു വളർന്ന് ചെറുപ്പത്തിൽ തന്നെ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു. ഒരു മിഷണറിയായിട്ട് തനിക്കൊരു കോളിംഗ് ഉണ്ടായി. താൻ എന്ത് ചെയ്തു? അവിടെ നിന്ന് ഇവിടെ ഇന്ത്യയിൽ വന്നു. ഇന്ത്യയില് തമിഴ്നാട്ടിലെ ഡോണാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏകദേശം 50-ൽ പരം വർഷങ്ങള് പാവപ്പെട്ട കുട്ടികളെ നോക്കുകയും സുവിശേഷം അറിയിക്കുകയും, അന്ന് തമിഴ്നാട്ടിലെ ദേവദാസി സമ്പ്രദായം വളരെ വളരെ ആ നിലയില് പ്രചാരം നേടിയിരുന്ന ഒന്നാണ്. ദേവദാസി സമ്പ്രദായം എന്ന് പറഞ്ഞാൽ എന്താ? ഹൈന്ദവ ക്ഷേത്രങ്ങളോട് ചേർന്ന് പെൺകുട്ടികളെ ആ നിലയില് തെറ്റായ കാര്യങ്ങൾക്ക് ഉപയോഗിച്ച് പണം ഉണ്ടാക്കുന്ന ഒരു കാര്യം, ദേവദാസി സമ്പ്രദായം. ഇതിൽ പെട്ടിരുന്ന പെൺകുട്ടികളെയൊക്കെ രക്ഷിക്കാനായിട്ട് എമി കാർമൈക്കിള് ശ്രമിച്ചു. അങ്ങനെ ഒരു സ്ത്രീക്ക് തൻ്റെ ജീവിതം കൊണ്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഈ ക്രിസ്തീയതയ്ക്ക് വേണ്ടി ചെയ്ത എമി കാർമൈക്കിൾ അവസാനം 1951 മരണപ്പെട്ടത്. എമി കാർമൈക്കിളിന്റെ മൃതദേഹം സംസ്കരിച്ച കല്ലറയിൽ ഒരു വാക്യം എഴുതി വെച്ചിട്ടുണ്ട്. അതിതാണ്: അവൾ തന്നാലാവത് ചെയ്തു. എന്താ? ഈ വാക്യമാണ്, അവൾ തന്നാലാവത് ചെയ്തു. മർക്കോസ് 14-ന്റെ 8-ാമത്തെ വാക്യത്തിന്റെ തുടക്കം. പ്രിയപ്പെട്ടവരെ, ഇത് എമി കാർമൈക്കിളിന് മാത്രമുള്ള ഒരു വാക്യമല്ല. നമ്മൾ ഇവിടെ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിന്റെ അവസാനം ഇത് രേഖപ്പെടുത്താൻ കഴിഞ്ഞാൽ അതിൽ പരം ധന്യമായ എന്താ ഉള്ളത്? നമുക്ക് മറ്റൊരാൾ ചെയ്തതെല്ലാം ചെയ്യാൻ ഒക്കുകയില്ല. നമുക്കിവിടെ ഇപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് എമി കാർമൈക്കിളിനെ പോലെ 50 വർഷം മിഷണറി ആയിട്ട് പ്രവർത്തിക്കാനോ ദേവദാസി സമ്പ്രദായത്തിനെതിരെ ജനതങ്ങളുടെ അഭിപ്രായം ഉണർത്താനോ അല്ലെങ്കിൽ പാവപ്പെട്ട കുട്ടികളെ സംരക്ഷിക്കാനോ ഒന്നും കഴിഞ്ഞെന്ന് വരികയില്ല. പക്ഷേ ഞാനും നീയും ആയിരിക്കുന്നിടത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ചെയ്യുന്നുണ്ടോ? തന്നാൽ ആവത് ചെയ്തു, അവൻ തന്നാൽ ആവത് ചെയ്തു, അവൾ തന്നാൽ ആവത് ചെയ്തു. ഒരു പ്രത്യേക സാഹചര്യത്തിലായിരിക്കും അവിടെ ആ ഭവനത്തിന്റെ കാര്യങ്ങൾ നോക്കി കുഞ്ഞുങ്ങളെ ദൈവഭക്തിയിൽ വളർത്തി മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ക്രിസ്തീയ സാക്ഷ്യം പുലർത്തി ജീവിക്കാനേ ഒരു സഹോദരിക്ക് ആ നിലയിലുള്ള സാഹചര്യമേ ഉണ്ടായിരിക്കുകയുള്ളൂ. പക്ഷേ അവൾ അതിൽ വിശ്വസ്തയായാൽ അവിടെ ചെല്ലുമ്പോ എമി കാർമൈക്കിളിന്റെ കല്ലറയിൽ രേഖപ്പെടുത്തിയതുപോലെ അവളെക്കുറിച്ചും സ്വർഗം രേഖപ്പെടുത്തുന്നത് എന്തായിരിക്കും? അവൾ തന്നാൽ ആവത് ചെയ്തു, ആവത് ചെയ്തു. മറ്റുള്ളവരോട് നമ്മളെ തന്നെ താരതമ്യപ്പെടുത്തണ്ട. കഴിവുള്ള ആളുകൾ, സാഹചര്യമുള്ള ആളുകൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം, ആയിക്കോട്ടെ. പക്ഷെ നമ്മളെ ആക്കി വെച്ചിടത്ത് നമുക്ക് വിശ്വസ്തമായിട്ട് നിൽക്കാൻ കഴിയുന്നുണ്ടോ, ആവത് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യാനായിട്ട് ഈ കാര്യങ്ങളെ നമുക്കെടുക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ഒരു ജീവിതം ഈ നിലയിൽ ദൈവം തന്നു. ഈ ജീവിതത്തില് നമ്മൾ പറഞ്ഞു, അതിന്റെ തുടക്കം ഈ കർത്താവിന് തൈലം പൂശുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കർത്താവിന്റെ ശവസംസ്കാരത്തോട് താതാത്മ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ട്, കർത്താവിന്റെ മരണത്തോട് ഏകീഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അല്ലെ കർത്താവിന്റെ ഉയർപ്പുമായിട്ട് ആ നിലയിൽ താതാത്മ്യപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ നമ്മൾ ആയിരിക്കുമ്പോ നമ്മൾ എന്താ വേണ്ടത്? നമ്മൾ ആയിരിക്കുന്ന ഒരിടത്ത് നമ്മൾ അതിനോട് 100% വിശ്വസ്തത പുലർത്തി ജീവിക്കുക. ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ ഈസ്റ്റർ നൽകുന്ന സന്ദേശത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. നമുക്ക് കഷ്ടാനുഭവ ആഴ്ചയും അത് ആചരിക്കാനും ഈസ്റ്റർ ആഘോഷിക്കാനും ഒന്നും നമ്മൾ പോകുന്നില്ല. പക്ഷെ നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് ഈ സത്യങ്ങളോട് ചേർന്ന് നിൽക്കണം. കർത്താവ് വന്നു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അതിനോട് താതാത്മ്യപ്പെട്ട് നമ്മൾ നിൽക്കാനുള്ള അതിന്റെ തുടക്കമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു. അത് കഴിഞ്ഞോ? അത് കഴിഞ്ഞെന്താ? അത് കഴിഞ്ഞ് സ്നാനപ്പെട്ടു, ഒരു സഭയിൽ പോകുന്നു, വലിയ കുഴപ്പമൊന്നും കൂടാതെ ഒക്കെ അങ്ങ് ജീവിച്ചു പോകുന്നു. മുമ്പേ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവഭക്തി വളർത്തി ഒക്കെ അങ്ങ് ജീവിച്ചു പോകുന്നു. ഇത്രയുമാണോ നമ്മളെക്കുറിച്ച് കഴിയുന്നത്? നമുക്ക് കഴിയുന്നത് ഇത്രയും ഒരു കാര്യമാണോ? ഇന്നത്തെ ക്രിസ്തീയ ലോകം പലപ്പോഴും ഇത്രയും ഒരു കാര്യമാണ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. എന്താ പറയുന്നത്? നിങ്ങളെ രക്ഷിക്കപ്പെട്ടു, നിങ്ങൾ ഒരു സഭയിൽ കൃത്യമായിട്ട് പോകണം, അവിടെ കർത്തൃമേശയിലൊക്കെ പങ്കെടുക്കണം, വലിയ കുഴപ്പത്തിലൊന്നും പെടരുത്, ഇത്രയുമൊക്കെ പറയുന്നുള്ളൂ.
എന്നാൽ കർത്താവ് ഇത് മാത്രമാണോ നമ്മളെക്കുറിച്ച് ഉദ്ദേശിച്ചത്? പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ അന്ത്യകൽപ്പനയ്ക്ക് നമ്മൾ പറയാറുള്ളത് പോലെ രണ്ട് മുഖങ്ങളാണുള്ളത്. കർത്താവിന്റെ അന്ത്യകൽപ്പന മർക്കോസിന്റെ സുവിശേഷം ആ നിലയില് 16-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തില് കർത്താവ് അന്ത്യകൽപ്പനയായിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞത് എന്താ? നിങ്ങൾ ഭൂലോകത്തിലെങ്ങും പോയി സുവിശേഷം പ്രസംഗിപ്പീൻ. ഭൂലോകത്തിലെങ്ങും പോയി സുവിശേഷം പ്രസംഗിപ്പീൻ. അപ്പോ ഈ കേട്ട സുവിശേഷ സന്ദേശം, നമ്മളെ മാറ്റിയ സുവിശേഷ സന്ദേശം മറ്റുള്ളവരോട് പറയണം. ഇതാണ് കർത്താവ് പറഞ്ഞ ഒരു കാര്യം. പക്ഷേ ഇന്നത്തെ ക്രിസ്തീയ ലോകം ഈ ഒരൊറ്റ കാര്യമേ കർത്താവ് അന്ത്യകൽപ്പനയെ പറഞ്ഞിട്ടുള്ളൂ എന്ന മട്ടിലാണ് ജീവിക്കുന്നത്. എന്താ? നമ്മള് സഭയിൽ പോകുന്നു, ആരോടെങ്കിലും ഒക്കെ സുവിശേഷം പറയാൻ ഒക്കുമെങ്കിൽ സുവിശേഷം പറയണം. ശരി, അത് വേണം, അത് തീർച്ചയായിട്ടും വേണം. അങ്ങനെ ഉള്ളപ്പോ തന്നെ മറ്റൊരു കാര്യം കൂടെ കർത്താവ് തന്റെ അന്ത്യകൽപ്പനയിൽ പറഞ്ഞിട്ടുണ്ട്. കർത്താവ് പറഞ്ഞ അന്ത്യകൽപ്പനയുടെ മറ്റൊരു ഭാഗത്തിന് ഊന്നൽ നൽകി മത്തായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 28-ാമത്തെ വാക്യത്തിൽ എന്താ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്? ഇവിടെ മർക്കോസിന്റെ സുവിശേഷം 16-15 സുവിശേഷം പ്രസംഗിക്കാനാണ് പറഞ്ഞതെങ്കിൽ മത്തായി 28-20 എന്താ പറഞ്ഞത്? നിങ്ങൾ എല്ലാവരെയും ശിഷ്യരാക്കണം എന്ന് പറഞ്ഞു. ശിഷ്യരാക്കണം എന്ന് പറഞ്ഞാൽ ആ ശിഷ്യരാക്കാൻ ചെല്ലുന്ന ആളിന് എന്തോ വേണം? സുവിശേഷം പ്രസംഗിപ്പീൻ എന്ന് പറഞ്ഞാൽ സുവിശേഷം പ്രസംഗിക്കാൻ പോകുന്ന ആളിന് എന്തോ വേണം? ആ സുവിശേഷം അയാളുടെ ജീവിതത്തിൽ പ്രസക്തമാകണം, അയാൾ രക്ഷിക്കപ്പെട്ടവനാകണം. ഓക്കെ, അപ്പോ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച ആർക്കും സുവിശേഷം പ്രസംഗിക്കാം. എന്നാൽ ഈ മത്തായി 28-20 അനുസരിച്ച് ആ നിലയില് ശിഷ്യനാക്കാനായിട്ട് താല്പര്യപ്പെട്ടാൽ, അതിനായിട്ട് ആ കൽപ്പന എടുത്ത് ആളുകളെ ശിഷ്യത്വത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ അതിനു മുമ്പ് നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം നടക്കണം. എന്താ നടക്കേണ്ടത്? നമ്മള് ശിഷ്യരാകണം. നമ്മൾ ശിഷ്യരായാലല്ലേ മറ്റൊരാളോട്, സഹോദര നീ രക്ഷിക്കപ്പെട്ട് ഇത്രയും നാളായി, ഒരു ശിഷ്യത്വത്തിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഒന്നാമത് നമ്മുടെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമായി തീരണം. കണ്ടോ, ഇതാർക്കും കഴിയും. വലിയ പ്രവർത്തനങ്ങൾക്ക് കഴിയാത്ത ഒരു വീട്ടിലായിരിക്കുന്ന ഒരു വീട്ടമ്മയ്ക്കും അവൾക്കും എന്താകാൻ കഴിയും? അവളുടെ സാഹചര്യത്തിൽ ഒരു ശിഷ്യയായിരിക്കാൻ, കർത്താവിന്റെ ഒരു ശിഷ്യയായിരിക്കാൻ കഴിയും. തൻ്റെ വീട്ടിലെ പ്രായമായ മാതാപിതാക്കള്, കുഞ്ഞുങ്ങള്, മറ്റു ബന്ധുക്കള്, ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്ന വിശ്വാസിയായ ഒരു ചെറുപ്പക്കാരനും എന്ത് ചെയ്യാൻ കഴിയും? അവന് ഇതെല്ലാം വിട്ടേച്ചു പോകാൻ ഒക്കുകയില്ല. പക്ഷെ അവിടെ ആയിരിക്കുമ്പോഴും അവനൊരു ശിഷ്യനായിരിക്കാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് സുവിശേഷീകരണത്തിനായിട്ട് നോർത്ത് ഇന്ത്യയിലൊന്നും പോകാനും ഒന്നും പറ്റുകയില്ലായിരിക്കും. നമ്മളായിരിക്കുന്ന ഒരു ഇട്ടാവട്ടത്തിലായിരിക്കും നമ്മൾ ജീവിതം കഴിയുന്നത്. പക്ഷേ അവിടെ നമുക്ക് എന്താകാൻ ഒക്കും? ഒരു ശിഷ്യനായി ജീവിക്കാൻ, ഒരു ശിഷ്യയായി ജീവിക്കാൻ കഴിയും. അത് വേണമെന്നാണ് കർത്താവിന്റെ അന്ത്യകൽപ്പന. എന്നിട്ട് നമ്മൾ ഒന്നാമത് ശിഷ്യരാകണം. എന്നിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മുടെ അടുത്ത് വരുന്നവരെ ഈ ശിഷ്യത്വത്തിലേക്ക് ജീവിതം കൊണ്ട്, വാക്കുകൾ കൊണ്ട് ആഹ്വാനം ചെയ്യാൻ കഴിയണം. മത്തായി 28-20 വാക്യം അതാണ് നമ്മളോട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കണ്ടോ, നമ്മൾ ആവത് ആണത്. നമ്മളെ കൊണ്ടാകും, ആകാത്ത ഒരു കാര്യമല്ല. അതിനായിട്ട് നമ്മൾ വേറെങ്ങും പോകണ്ട. നമ്മളായിരിക്കുന്ന, നമ്മൾ ജോലി നോക്കുന്ന ഒരു ഓഫീസ് ഉണ്ടെങ്കിൽ അവിടെ, നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു സമൂഹം ഉണ്ടെങ്കിൽ അവിടെ, നമ്മൾ കഴിയുന്ന ഒരു കുടുംബം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ശിഷ്യരായിട്ട് കഴിയാൻ കഴിയും. ഇത് നമ്മെ കൊണ്ട് ആവുന്ന ഒരു കാര്യമാണ്. അവൾ തന്നാൽ ആവത് ചെയ്തു എന്നത് നമ്മളെക്കുറിച്ച് രേഖപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനോട് ചേർന്ന്, കേവലം രക്ഷിക്കപ്പെട്ടാ പോരാ, കേവലം സഭയില് പോകുന്നു, കർത്തൃമേശയിൽ പങ്കെടുക്കുന്നു, വലിയ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പോരാ. ശിഷ്യത്വത്തിന്റെ ആ വഴികളിലൂടെയും നമുക്ക് നടക്കാനൊക്കും. നമ്മളെ കൊണ്ട് ആകുന്ന ഒരു കാര്യമാണ് അത് എന്ന് പറയാനേ ഞാൻ ആഗ്രഹിക്കുന്നു. ആട്ടെ, ശിഷ്യത്വം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും
ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തില് അവിടെ നമ്മൾ ശിഷ്യത്വത്തിന്റെ 3 പടികള് നമുക്ക് അക്കമിട്ട് വായിക്കാനായിട്ട് കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം, എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പായിക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അതുപോലെ അതിന്റെ മറ്റൊരു പടി ഇവിടെ ഇതാ കാണുന്നു 33-ാം വാക്യത്തിൽ, അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ലെങ്കിൽ അവൻ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഇവിടെ 26-ാമത്തെ വാക്യത്തിൽ ശിഷ്യത്വത്തിന്റെ 2 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. 33-ാമത്തെ വാക്യത്തിൽ 3-ാമത്തെ ഒരു കാര്യവും പറയുന്നുണ്ട്. 3 പടികളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിനോട് ചേർന്ന് 27-ാം വാക്യവും ഇതിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും, തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അത് മുകളിൽ പറഞ്ഞ ഈ 3 പടികളോട് ചേർത്ത് ചിന്തിക്കാനും കഴിയും. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണെങ്കിലും വളരെ വേഗത്തിൽ ഞാൻ ഇങ്ങനെ പറയാം. ഈ ശിഷ്യത്വത്തിന്റെ 1-ാമത്തെ പടിയായിട്ട് ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ? എന്റെ അടുക്കൽ വരികയും 26-ാമത്തെ വാക്യം 14-ന്റെ-26, എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും. ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ബന്ധങ്ങളെല്ലാം, ഏറെക്കുറെയുള്ള ബന്ധങ്ങളെല്ലാം, പ്രധാനപ്പെട്ട ബന്ധങ്ങളെല്ലാം ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുക. അപ്പൻ, അമ്മ, ഭാര്യ, മക്കൾ, സഹോദരന്മാർ, സഹോദരികൾ, അടുത്ത ബന്ധങ്ങളെല്ലാം പറഞ്ഞിരിക്കുക. എന്നിട്ട് പറയുക, അവരെയൊക്കെ പകയ്ക്കണം എന്ന് പറയുക. പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ, നമ്മുടെ അപ്പനെയും അമ്മയും സഹോദരന്മാരെയും സഹോദരികളെയും ഭാര്യയും മക്കളെയും എല്ലാം വീട്ടിൽ നിന്ന് പുറത്താക്കി അവരെയൊക്കെ എവിടോട്ടേലും പറഞ്ഞു വിട്ടേച്ച് സഭയിൽ വരണമെന്നാണോ ഇതിന്റെ അർത്ഥം? എന്നാലേ ശിഷ്യനായിരിക്കാൻ ഒക്കുള്ളൂ എന്നാണോ അർത്ഥം? അല്ല. പകയ്ക്കുക എന്ന് പറയുമ്പോ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? കർത്താവിനേക്കാൾ കവിഞ്ഞ സ്ഥാനം ഈ ബന്ധങ്ങൾക്കൊന്നും കൊടുക്കരുത്. തീർച്ചയായിട്ടും ദൈവം നമുക്ക് തന്നതാണ് നമ്മുടെ അപ്പനും അമ്മയും സഹോദരന്മാരും സഹോദരികളും ഭാര്യയും മക്കളും ഒക്കെ. തീർച്ചയായിട്ടും നമ്മോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ്, നമ്മുടെ ഹൃദയം പങ്കിടുന്നവരാണ്, നമ്മളെ സ്നേഹിക്കുന്നവരാണ്, നമ്മൾ സ്നേഹിക്കുന്നവരാണ്. അവരോടൊക്കെ നമുക്ക് കടപ്പാടുകളുണ്ട്. ഈ കടപ്പാടുകളൊക്കെ ചെയ്യുകയും അവരെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ഈ ബന്ധങ്ങളെക്കാളും അപ്പുറത്തായിരിക്കണം കർത്താവിനോടുള്ള സ്നേഹം. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ ഈ ബന്ധങ്ങൾ ഏതെങ്കിലും തടയുന്നുണ്ടെങ്കിൽ, സഹോദരൻ പറയുക അവിടെ പോകരുത്, മീറ്റിങ്ങിന് പോകരുത്, നീ കർത്താവിന്റെ പിന്നാലെ അങ്ങനെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, ഈ സഹോദരനെ അല്ല നമ്മൾ അദ്ദേഹത്തിന്റെ വാക്കുകളല്ല എടുക്കേണ്ടത്. അദ്ദേഹത്തിന്റെ വാക്കുകളെ തള്ളിക്കളഞ്ഞ് പിന്നെയും കർത്താവിനെ പിൻപറ്റത്തക്കവണ്ണം കർത്താവിനോടുള്ള സ്നേഹം ഉണ്ടായിരിക്കണം. കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബന്ധങ്ങളെക്കാൾ കവിഞ്ഞ് 1-ാം സ്ഥാനം ഉണ്ടായിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ശിഷ്യത്വത്തിലേക്കുള്ള ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. മറ്റൊരു കാര്യം ഇതാ അതിന്റെ 33-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ലെങ്കിൽ അവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സമ്പാദ്യങ്ങൾ, നമ്മുടെ വസ്തുവകകൾ, അല്ലെങ്കിൽ നമ്മുടെ ജോലി, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ നമുക്കുള്ള കാര്യങ്ങൾ, നമ്മുടെ പൊസഷൻസ്, നമ്മുടെ സമ്പാദ്യങ്ങൾ, പൊസഷൻസ് എന്ന് പറയുന്നത്. അതിനെ വിട്ടുപിരിയുക എന്ന് പറയുമ്പോ, അതിനെ പകയ്ക്കുക എന്ന് പറയുമ്പോ, അതിനെ വിട്ടുപിരിയുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉപേക്ഷിച്ചേച്ച് നമ്മള് ഒരു സന്യാസിയെ പോലെ ജീവിക്കണമെന്നാണോ? അങ്ങനെയല്ല. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോ നമുക്ക് പൊസഷൻസ് ഉണ്ടാകാതിരിക്കാൻ ഒക്കെയില്ല. നമുക്കൊരു വീടുണ്ടാകാം, നമുക്കൊരു കാർ ഉണ്ടാകാം, നമുക്കൊരു 2 വീലർ ഉണ്ടാകാം, നമുക്ക് നമ്മുടേതായിട്ട് കുറച്ച് സ്ഥലം ഉണ്ടാകാം, ഇതൊക്കെ ഉണ്ടാകാം. പക്ഷേ കർത്താവിനേക്കാൾ കവിഞ്ഞ പ്രിയം നമ്മുടെ ഈ വസ്തുവകകളോട് നമുക്കുണ്ടായാൽ അതെന്തായി? അത് വിഗ്രഹമായി. അങ്ങനെ ഒരു വിഗ്രഹം
ഒരു ശിഷ്യൻ ഉണ്ടാകാൻ പാടില്ല. അവനെ സംബന്ധിച്ചിടത്തോളം ഒന്നാം സ്ഥാനം തന്റെ വസ്തുവകകളെക്കാൾ ആർക്കായിരിക്കണം? കർത്താവിനായിരിക്കണം. ഇതാണ് ഇവിടെ പറയുന്ന കാര്യം. ഇതാണ് ശിഷ്യത്വത്തിന്റെ രണ്ടാമത്തെ പടി. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ വീട്ടിൽ താമസിക്കാം, അല്ലാതെ വീട് വിട്ടു പോകണ്ട. നമ്മുടെ വാഹനത്തെ തന്നെ കയറി അടുത്ത ദിവസവും മീറ്റിങ്ങിന് വരാം. അതേല് ആരെങ്കിലും ആ നിലയില് അത് ആ വാഹനത്തെ കേടാക്കാനൊക്കെ നോക്കിയാൽ അതൊന്നും നമ്മൾ അനുവദിക്കണ്ട. കാരണം അതൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ദൈവം തന്നതാ. പക്ഷേ അതിനെ നമ്മൾ ഹൃദയം കൊണ്ട് പൊസസ് ചെയ്യരുത്. പൊസസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ കാറയിൽ ഒരു കുഞ്ഞ് അറിയാതെ ഒരു കല്ലും കൊണ്ടൊന്ന് വരച്ചെങ്കിൽ ഭൂലോകം ഇടിഞ്ഞു വീണു എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് കാണിക്കുന്നത് എന്താ? നിനക്ക് നിന്റെ കാറാ വലിയത് എന്ന്. ഞാനിത് പറയുന്നത് കുഞ്ഞുങ്ങളെല്ലാം പോയി ഇവിടെ ഉള്ള കാറയിലെല്ലാം പോയി എഴുതണമെന്നും വരയ്ക്കണമെന്നും അല്ല ഞാൻ പറഞ്ഞത് നമ്മൾ എന്താ പ്രധാനമായിട്ട് കാണുന്നത്? ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ ദൈവം തന്നതാ. ഇത് ഉപയോഗം കൊണ്ട് തീർന്നു പോകും. ആ ആൾ എന്നെ കളിപ്പിച്ചു, എനിക്ക് കിട്ടേണ്ട 100 രൂപ അയാൾ എടുത്തു. സഹോദര, ഈ 100 രൂപ കൊണ്ടാണോ നിന്റെ ജീവിതം? ഞാൻ പറഞ്ഞത്, കബളിപ്പിക്കലിനെതിരെയൊക്കെ നമുക്ക് നിൽക്കാം, നമുക്ക് കാര്യങ്ങളെ നോക്കിക്കണ്ട് നിൽക്കാം. പക്ഷേ നിന്റെ ജീവൻ അതിൽ കിടക്കരുത്. എന്റെയും നിന്റെയും ജീവൻ ഏതിലായിരിക്കണം? കർത്താവിലായിരിക്കണം. ബന്ധങ്ങളെക്കാൾ കവിഞ്ഞ സ്ഥാനം കർത്താവിനായിരിക്കണം. നമ്മുടെ വസ്തുവകകളെക്കാൾ കവിഞ്ഞ സ്ഥാനം കർത്താവിനായിരിക്കണം. അപ്പൊ നമ്മൾ വേറൊരു തരം ആളുകളായി മാറുക. ഈ ലോകത്തിലെ മനുഷ്യരെന്താ? ഈ ലോകത്തിലെ മനുഷ്യർക്ക് അവരുടെ ബന്ധങ്ങളാണ് ഒന്നാമത്, അവരുടെ വസ്തുവകകളാണ് അവരെ സംബന്ധിച്ച് പ്രധാനം. അതിനൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നാൽ അവർ ക്ഷുഭിതരാകും, അവര് പ്രശ്നം ഉണ്ടാക്കും, സമൂഹം അവരുടെ കൂടെ നിൽക്കും. നമ്മളോ? നമുക്ക് ഇതല്ല. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ ബന്ധങ്ങളെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ വസ്തുവകകളെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇതല്ല നമ്മുടെ ജീവൻ. നമ്മുടെ ജീവൻ കർത്താവിലാണ്. ഇതാണ് ശിഷ്യത്വത്തിന്റെ ജീവിതം. ഇത് മാത്രമല്ല, മൂന്നാമതൊരു പടി ഇതാ അതിന്റെ 26-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സഹോദരന്മാരെയും സഹോദരികളെയും പായിക്കാതിരിക്കുകയും ചെയ്യുന്നവനെന്ന് പറഞ്ഞിട്ട് അവിടെ മറ്റൊരു കാര്യം കൂടെ പറയുന്നു, സ്വന്തം ജീവനെയും. നമ്മുടെ സ്വന്തം ജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെയുള്ള മതിപ്പെന്നോ വളരെ വേഗത്തിൽ അങ്ങ് പറയാം. ഈ മനുഷ്യർക്കൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാരാ? ചിലർ പറയും ഇന്ന ആളാ എനിക്ക് വലിയ, അങ്ങനൊന്നുമല്ല. സത്യത്തിൽ ഈ മനുഷ്യനെയൊക്കെ എടുത്ത് നമ്മൾ പഠിച്ചു നോക്കിയാൽ അവനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആളാരാ? അവൻ തന്നെ. ഞാൻ എന്റേത്, ഞാൻ, എന്റെ പേര്. എന്നോട് ആ ആൾ അങ്ങനെ പറഞ്ഞു, എന്നെ കണ്ടിട്ട് മിണ്ടിയില്ല, എന്നെ കണ്ടിട്ട് മുഖം തന്നില്ല, മുഖം വടക്കോട്ട് തിരിച്ചു വെച്ചു. ഒന്ന് സുഹൃത്തെ, നിങ്ങൾ എന്താ ഈ ചിന്തിക്കുന്നത്? സ്വന്തം ജീവനെ സ്നേഹിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പരാതിയെല്ലാം വരുന്നത്. നമ്മൾ തുടക്കത്തിൽ പാടിയ പാട്ട് ബ്രദർ ആ കാര്യം വിശദീകരിച്ചല്ലോ. കർത്താവിലേക്ക് നോക്കുക, കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. അപ്പൊ പിന്നെ ഒരാൾ കണ്ടിട്ട് കണ്ടില്ല എന്ന് നടിച്ചാലും നമ്മൾ അതിനെക്കുറിച്ച് ഒരു ചെറിയ വിഷമം തോന്നി മനുഷ്യരെന്നുള്ള നിലയിൽ തോന്നുകയില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് നമ്മുടെ ജീവിതത്തെ അങ്ങ് തുടർന്നുള്ള ദിവസങ്ങളെ മുഴുവൻ ഉറക്കത്തിലും ഉണർവിലും എല്ലാം ചിന്തയായിട്ട് വരത്തക്കവണ്ണം നമ്മളെ ആവേശിക്കരുത്. അങ്ങനെ നമ്മളെ ആവേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മളിപ്പോഴും ശിഷ്യരായിട്ടില്ല, ശിഷ്യത്വത്തിന്റെ മാർഗത്തിൽ വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ആയിരിക്കുന്നിടത്ത് അവൾ തന്നാൽ ആവതി ചെയ്തു. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ളവരെ പോലെ ദൂരദിക്കിൽ പോയി സുവിശേഷം പ്രസംഗിക്കാനൊന്നും കഴിഞ്ഞില്ല എന്ന് വരാം. ഒരു ചെറിയ ജീവിതമായിരിക്കും നമ്മൾ ഈ 10, 70, 80 വർഷം കൊണ്ട് പൂർത്തിയാക്കുന്നത്. പക്ഷേ ആ കൊച്ചു ജീവിതത്തിൽ നമ്മൾ ആയിരിക്കുന്നിടത്ത് നമുക്ക് കേവലം യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് കൽപ്പനയനുസരിച്ചു അല്ലെങ്കിൽ മീറ്റിങ്ങിന് പോയി അവിടം കൊണ്ട് അവസാനിക്കാതെ ശിഷ്യയായി ജീവിപ്പാനും നമുക്ക് കഴിയും. അത് നമുക്കാകുന്ന ഒരു കാര്യമാണ്. കാരണം അത് നമ്മുടെ ആന്തരികമായ 3 നിലപാടുകളാണ്. ഈ 3 നിലപാടുകൾ ഏതിനൊക്കെ എതിരെ?
ഒന്ന് ബന്ധങ്ങൾക്കെതിരെ, ഒന്ന് നമ്മുടെ വസ്തുവകകൾക്കെതിരെ, മൂന്ന് നമുക്ക് തന്നെ എതിരെ, സ്വന്തം ജീവനെയും നമുക്ക് തന്നെ എതിരെ. ഇങ്ങനെ ഒരു നിലപാടെടുത്ത് അതിനപ്പുറത്ത് കർത്താവിനായിട്ട് ജീവിക്കാൻ നമ്മള് ഏൽപ്പിച്ചു കൊടുക്കുമ്പോ, ഓ ഇവിടെ ഇതാ എമി കാർമൈക്കലിന്റെ കല്ലറയിൽ രേഖപ്പെടുത്തിയ ഈ വാക്ക്, അല്ലെങ്കിൽ കർത്താവ് ഇവിടെ മറിയെ കുറിച്ച് പറഞ്ഞ ഈ വാക്ക്, ഈ സ്ത്രീയെ കുറിച്ച് പറഞ്ഞ ഈ വാക്ക്, അവൾ തന്നാൽ ആവതി ചെയ്തു എന്ന് പറഞ്ഞത് നമ്മളെക്കുറിച്ചും പറയാനായിട്ട് കഴിയും. എന്ന് മാത്രമല്ല അവിടെ തുടർന്ന് പറയുന്ന കണ്ടോ, മർക്കോസിന്റെ സുവിശേഷം നമ്മൾ എടുത്ത ആ വാക്യത്തിലേക്ക് മടങ്ങി വരാം. അതിന്റെ 14-ാമത്തെ അധ്യായം, അവിടെ അവൾ തന്നാൽ ആവതി ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതിന്റെ 9-ാം വാക്യത്തിൽ സുവിശേഷം എവിടൊക്കെ പോകുമോ അവിടൊക്കെ അവളുടെ ഓർമ്മയ്ക്കായി ഇത് പ്രസ്താവിക്കും എന്ന് കർത്താവ് പറയുന്നു. എന്ന് വെച്ചാൽ യഥാർത്ഥ സുവിശേഷത്തിന്റെ സന്ദേശം എവിടെ പോയാലും അതിനോട് ചേർന്നു പോകേണ്ട ഒരു സന്ദേശമാണ് എന്ത്? ഈ പാഴാക്കലിന്റെ സന്ദേശം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകള് ഇതെന്തോ ഈ ബ്രദർ പറയുന്നതെന്നാണോ ചിന്തിക്കുന്നത്? പാഴാക്കലെന്ന് ഞാൻ ഉദ്ദേശിച്ചത്, കർത്താവിന് വേണ്ടി ഈ ലോകത്തിന്റെ ദൃഷ്ടിയിൽ നമ്മൾ നമ്മുടെ ജീവിതവും നമ്മുടെ കാര്യങ്ങളും പാഴാക്കിയാലും വേസ്റ്റ് ആക്കിയാലും, ആ വേസ്റ്റ് ആക്കുന്ന ആ രീതി ഏതിനോട് ചേർന്ന് എല്ലായിടത്തും പോണമെന്നാണ് കർത്താവ് പറഞ്ഞത്. യഥാർത്ഥ സുവിശേഷത്തോടൊപ്പം ഇത് പോണം. പ്രിയപ്പെട്ടവരെ, ഇവിടെ തന്നെ ഇരിക്കുന്ന ചിലരെ കുറിച്ച് ഞാൻ ചിന്തിക്കും. അവർക്കുള്ള വിദ്യാഭ്യാസത്തിന്റെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ എവിടൊക്കെ പോകാമായിരുന്നു. അതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ഒരു ചെറിയ ഒരു വൃത്തത്തിനുള്ളിൽ ഒതുങ്ങിയിരിക്കുമ്പം ലോകം അവരെ കുറിച്ച് പറയും, അവരവരുടെ കഴിവുകളും അവരുടെ അവസരങ്ങളും ഒക്കെ എന്താക്കി? പാഴാക്കി. എന്തുകൊണ്ട് അവര് പാഴാക്കി? ഈ സുവിശേഷം അവരുടെ ഹൃദയത്തെ പിടിച്ചു, സുവിശേഷത്തോട് താതാത്മ്യപ്പെട്ടു, കർത്താവിന് 1-ാം സ്ഥാനം കൊടുത്തു. ശിഷ്യത്വത്തിന്റെ ഈ പടികൾ അവരുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി വന്നു. അതുകൊണ്ട് അവരുടെ ജീവിതം ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഒരളവിൽ പാഴായി പോയാലും അവർക്ക് എന്തില്ല? അതിനെക്കുറിച്ച് വ്യസനമില്ല, അതിനെക്കുറിച്ച് പരാതിയില്ല, അതിനെക്കുറിച്ച് സങ്കടങ്ങളില്ല. സഹോദര സഹോദരി, ഈ നിലയിൽ യഥാർത്ഥ സുവിശേഷത്തോടൊപ്പം ഒരു പാഴാകലിന്റെ സന്ദേശം പോകേണ്ടതുണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ബൈബിള് നോക്കുക. ഈ ബൈബിള് നമുക്ക് എവിടെ നിന്ന് കിട്ടി? 2-3 നൂറ്റാണ്ട് മുമ്പ്, 18-19 നൂറ്റാണ്ടുകളിൽ വിദേശങ്ങളിലെ ബ്രിട്ടനിലും അയർലൻഡിലും അങ്ങനെയൊക്കെയുള്ള വിദേശ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള ചില ആളുകൾ അവരവരുടെ ജീവിതം എന്ത് ചെയ്തു? അവരുടെ ജീവിതം, ഇനി ഞങ്ങള് ഇന്ത്യയിൽ നിന്നൊരു രാജ്യമുണ്ട്, ഇന്ത്യയിൽ പോയി അവിടെ അതിന്റെ അങ്ങേ അറ്റത്ത് കേരളം എന്നൊരു സ്ഥലമുണ്ട്, അവിടെ മലയാളം എന്ന ഒരു ഭാഷയാണ് അവർ പഠിക്കുന്നത്. അവിടെ പോയി അവർക്ക് ബൈബിൾ ഇല്ലാന്ന് കിട്ടും, അവിടെ പോയി ബൈബിള് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ചിലര് വന്ന് അവരുടെ ജീവിതം ഇവിടെ എന്ത് ചെയ്തു? വേസ്റ്റ് ആക്കി. വേസ്റ്റ് എന്ന് ഞാൻ സിംഗിൾ ഇൻവെർട്ടഡ് കോമായിട്ടാ പറയുന്നത്. ലോകത്തിന്റെ ദൃഷ്ടിയിൽ അവരുടെ ജീവിതം വേസ്റ്റായി. നമുക്ക് ഈ ബൈബിള് ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്ന ഇവര് എത്ര കഷ്ടപ്പാട് അനുഭവിച്ചു. ഇവിടെ വന്ന് നമ്മുടെ ഭാഷയ്ക്ക് ഒരു അലകും പിടിയും ഉണ്ടാക്കിയതൊക്കെ അവരാണ്, ഈ മിഷണറിമാരാണ്. അവരെന്തിനതുണ്ടാക്കി? ഈ ബൈബിള് ട്രാൻസ്ലേറ്റ് ചെയ്യാനതിന്റെ ആദ്യ പടി എന്നുള്ള നിലയിലാണ് അവരത് ചെയ്തത്. ഇന്നത്തെ ഭാഷാ പണ്ഡിതന്മാരോ നമ്മുടെ മലയാളത്തിലെ ആ നിലയിലുള്ള ഭാഷാ വിദഗ്ധരോ ആരെങ്കിലും ഇവരെ ആദരിക്കുവോ, ഏതെങ്കിലും ഒരു മീറ്റിങ്ങിൽ ഇവരുടെ ആരുടെയും പേര് മെൻഷൻ ചെയ്യുകയോ ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. സമൂഹം എന്ത് ചെയ്തു? അവരെ മറന്നു. ചരിത്രം ഇവരെ എന്ത് ചെയ്തു? ചരിത്രം അവരെ വിസ്മരിച്ചു. പക്ഷെ അവരെന്തുകൊണ്ട് ഇത് ചെയ്തു? എന്തിനിത് ചെയ്തു? അവരവരുടെ ജീവിതം ദൈവത്തിനായിട്ട് സമർപ്പിച്ചു. ദൈവം അവർക്ക് കൊടുത്ത ഒരു ബോധ്യത്തിൽ അവരൊരു ചെറിയ നിലപാടെടുത്തു. അവർ തന്നാൽ ആവതി ചെയ്തു. സമൂഹം ഇതൊരു വേസ്റ്റായിട്ട് കാണും. പക്ഷേ യഥാർത്ഥ സുവിശേഷത്തോടൊപ്പം ഇങ്ങനെ ലോകം മുഴുവൻ ഇങ്ങനെ ഒരു പാഴാക്കലിന്റെ സന്ദേശം പോയാണ് ഇന്ന് ലോകത്തിലൊക്കെയും ഈ സുവിശേഷ സന്ദേശം പല രാജ്യങ്ങളെ വ്യത്യാസപ്പെടുത്തിയത്. ഈ കാര്യം ഓർക്കുക. നമ്മൾ ഒരുപക്ഷെ ആ നിലയിലൊന്നും ത്യാഗപരമായിട്ട് പോകുന്നുണ്ടാവില്ല. നമ്മൾ നമ്മുടെ
ആ കൊച്ചു വൃത്തത്തിനുള്ളിൽ ഒതുങ്ങി നിൽക്കുകയായിരിക്കും. പക്ഷേ നമുക്കും ഇവരെക്കുറിച്ച് സ്വർഗം രേഖപ്പെടുത്തുന്നത് പോലെ നമ്മളെക്കുറിച്ചും രേഖപ്പെടുത്താനുള്ള ഒരു വലിയ സാധ്യതയിലേക്കാണ് ഞാൻ വിരൽ ചൂണ്ടിയത്. എന്താ അത്? അവൾ തന്നാൽ ആവതി ചെയ്തു. ഷി ഹാസ് ഡൺ വാട്ട് ഷീ കുഡ് എന്ന് പുതിയ തർജ്ജിമയിൽ പറയുന്ന പോലെ നമ്മളെക്കുറിച്ച് അവനാൽ ആവതി ചെയ്തു. എന്താ നമുക്ക് ആവതി ചെയ്യാൻ ഒക്കുന്നത്? നമ്മൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, കർത്താവിനെ രക്ഷകനായിട്ട് നാഥനായിട്ട് സ്വീകരിച്ച് മീറ്റിങ്ങുകൾക്കൊക്കെ വന്ന ഒരു ശരാശരി ക്രിസ്തീയ ജീവിതം ജീവിച്ച് അങ്ങ് അവസാനിക്കുകയല്ല. മറിച്ച് ഈ ശരാശരി ക്രിസ്തീയ ജീവിതത്തിനപ്പുറത്ത് ശിഷ്യത്വത്തിന്റെ ഒരു ഗൗരവമുള്ള ഒരു ജീവിതം, ആ ജീവിതം ലോകത്തിന് മറഞ്ഞിരിക്കുമായിരിക്കും, പക്ഷെ ദൈവം അത് കാണുന്നു. നമ്മുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് ദൈവത്തിന് കാണാൻ കഴിയും. ദൈവത്തെ നമുക്ക് കബളിപ്പിക്കാൻ ഒക്കുകയില്ല. പണത്തോട്, സ്ഥാനമാനങ്ങളോട്, അതുപോലെ നമ്മുടെ ബന്ധങ്ങളോട്, നമ്മുടെ തന്നെ സ്വയത്തോട് ഒക്കെയുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ദൈവത്തിനത് കാണാം. നാള് കഴിയുന്തോറും ഈ കാര്യത്തിൽ ഒരു മാറ്റം വരുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ ശിഷ്യത്വത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് ഉറങ്ങി വെളുക്കുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഒരു കാര്യമായിരിക്കില്ല. പക്ഷെ നമ്മള് ഈ കാര്യത്തിൽ ഗൗരവമുള്ളവരും നിരന്തരം കർത്താവിന്റെ ഈ വചനത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കുന്നവരുമാണെങ്കിൽ, നമ്മൾ വായിച്ചെടുത്ത് നമുക്ക് അതിലേക്ക് സൂചന നൽകുന്ന ഒരു പ്രയോഗം കൂടെയുണ്ട്. അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 26-ഉം 33-ഉം വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. അതിനോട് ചേർന്ന് 27-ാമത്തെ വാക്യം കൂടെ നോക്കുക. തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എന്ന് പറഞ്ഞാൽ എന്താ? ക്രൂശിന്റെ ഒരു സന്ദേശം. ക്രൂശിന്റെ സന്ദേശം അതെന്താ? ക്രൂശിന്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ വേഗത്തിൽ ഇങ്ങനെ പറയാം. എന്താ? കർത്താവ് ക്രൂശ് എടുത്തത് എന്തായിരുന്നു? കർത്താവ് ക്രൂശ് എടുത്തപ്പോ തൻ്റെ മനോഭാവം എന്തായിരുന്നു എന്നുള്ളതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു വലിയ ഭാഗം ബൈബിളില് ഗത്സമന തോട്ടത്തിലെ കർത്താവിന്റെ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താ അവിടെ ഗത്സമനയിലെ കർത്താവ് പിതാവിന്റെ അടുത്ത് ചെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞ് നിങ്ങൾ ഇവിടെ ഇരിക്കെ എന്ന് പറഞ്ഞ് പിന്നെയും കർത്താവ് കല്ലേറ് ദൂരത്തോളം മുന്നോട്ട് പോയിട്ട് പിതാവിന്റെ മുമ്പാകെ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നിനക്ക് എന്നിൽ നിന്നും മാറ്റാൻ കഴിയും. എന്റെ ഇഷ്ടം ഈ പാനപാത്രം കുടിക്കണ്ട. അതാണ് കർത്താവിന്റെ മനുഷ്യനെന്നുള്ള നിലയിലുള്ള ആ സമയത്തെ സ്വന്തം ഇഷ്ടം. പക്ഷെ ആ സ്വന്തം ഇഷ്ടത്തെ കർത്താവ് പറഞ്ഞിട്ട് എന്തോ ചെയ്യുന്നു? പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല, നോട്ട് മൈ വിൽ, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് സ്വന്തം ഇഷ്ടത്തെ എന്തായി? പിതാവിന്റെ ഇഷ്ടത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് യേശു ക്രൂശ് എടുക്കാൻ താൻ തയ്യാറെടുത്തതും തുടർന്ന് ക്രൂശിന്റെ വഴിയിലൂടെ യേശു പോകുമ്പോഴൊക്കെ അത് പ്രകടമായി കാണുക മാത്രമായിരുന്നു. പക്ഷെ ആ തീരുമാനം അവിടെയാണ്. നോട്ട് മൈ വിൽ, കർത്താവെ, എനിക്കിത് സ്വാഭാവികമായിട്ടൊരു മനുഷ്യനെന്നുള്ള നിലയിൽ എന്റെ ഇഷ്ടം തന്നെ നടക്കണമെന്നാണ് എൻ്റെ താല്പര്യം. എങ്കിലും നിന്റെ ഇഷ്ടം വ്യത്യസ്തമാണെങ്കിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തെ മാറ്റിവെക്കുന്നു, നിന്റെ ഇഷ്ടത്തിനായിട്ട് കീഴടങ്ങുന്നു, ക്രൂശ് എടുക്കുന്നു എന്ന് പറയുന്ന കാര്യം. പ്രിയപ്പെട്ടവരെ, ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പോഴെന്താണ്? നമുക്കിങ്ങനെ പറയാം, നമ്മൾ ആരും ഇന്ന് സമൂഹത്തിലൂടെ ഈ റോഡിലൂടെ ഒരു ക്രൂശ് എടുത്ത് നടക്കുകയില്ല. കഴിഞ്ഞൊരു ദിവസം ഞാനിങ്ങനെ പോയപ്പോ, കഴിഞ്ഞ വ്യാഴത്തിനോ ഏതാണ്ട് പോയപ്പോ ഒരു കായംകുളത്തൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ എത്ര ഇടത്താണ് തടിക്കുരിശും ഒക്കെ എടുത്ത് ആളുകൾ ഇങ്ങനെ റോഡേ കൂടെ നടന്നു പോകുന്നത്. അപ്പൊ നമ്മൾ ഒരു അക്ഷരാർത്ഥത്തിൽ ഒരു ക്രൂശ് എടുക്കുന്നില്ല, പക്ഷേ നമുക്കൊരു ക്രൂശ് ഉണ്ട്. എന്താ? നമ്മുടെ സ്വന്തം ഇഷ്ടം ദൈവേഷ്ടത്തിന് എതിരാകുന്നിടത്ത് നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ താഴ്ത്തി വെക്കുന്നു. അവിടെ നമ്മൾ ക്രൂശ് അറിയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നിരന്തരം നമ്മൾ ക്രൂശ് അനുഭവത്തിലൂടെ ദൈവേഷ്ടത്തിനായിട്ട് സ്വന്തം ഇഷ്ടത്തെ താഴ്ത്തി വെച്ച് ഈ വഴിയിലൂടെ പോകുമ്പോൾ നമ്മൾ ക്രൂശിന്റെ വഴിയിലൂടെ പോവുകയാണ് ചെയ്യുന്നത്. അതാണ് ശരിക്കുള്ള ക്രൂശിന്റെ വഴി. അങ്ങനെ
ക്രൂശിന്റെ വഴിയിലൂടെ നിരന്തരം പോയി 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 നമുക്ക് ഈ ശിഷ്യത്വത്തിന്റെ എല്ലാ പടികളും നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി കൂടുതൽ കൂടുതൽ യാഥാർത്ഥ്യമാക്കി തീർക്കാനായിട്ട് കഴിയും. നമ്മൾ എത്ര പേര് ഈ നിലയിലുള്ള ഒരു ഗൗരവമുള്ള ഒരു ജീവിതത്തെ, ഈ ക്രിസ്തീയ ലോകം കഷ്ടാനുഭവത്തെയും ആ നിലയിലുള്ള ഉയർപ്പിന്റെ ഞായറാഴ്ചയൊക്കെ ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ നമുക്ക് അങ്ങനെ എടുക്കാൻ ഒക്കുമോ? നമുക്ക് ദൈവസന്നിധിയിൽ പറയാൻ ഒക്കുമോ, കർത്താവേ, ഞാനൊരു ശരാശരി ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് മറ്റ് പലരോട് താരതമ്യം ചെയ്യുമ്പോൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്നിരിക്കും. എങ്കിലും ഞാൻ ആയിരിക്കുന്നിടത്ത് കേവലം കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു എന്നതിനും അപ്പുറത്ത് നിന്റെ ഒരു ശിഷ്യയായിട്ടിരിപ്പാൻ ഞാന് എൻ്റെ ബന്ധങ്ങളോട്, എൻ്റെ വസ്തുവകകളോട്, എൻ്റെ സ്വയസ്നേഹത്തോട് തന്നെ ഞാൻ എന്ത് പറയും? നോ എന്ന് പറയും. അങ്ങനെ ക്രൂശിന്റെ വഴിയിലൂടെ ഞാൻ പോകും. അങ്ങനെ ശിഷ്യത്വത്തിലേക്ക് ഞാൻ കൂടുതൽ കൂടുതൽ താതാത്മ്യപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ പോകുമ്പോൾ ഒരു ദിവസം കർത്താവേ അവിടുത്തെ സന്നിധിയിൽ നിൽക്കുമ്പോൾ അവിടുന്ന് എൻ്റെ ജീവിതത്തിന്റെ മുഴുവൻ രേഖകളും പരിശോധിച്ചിട്ട് എൻ്റെ ഈ മകൻ, എൻ്റെ ഈ മകൾ അവനാൽ ആവത് ചെയ്തു, അവളാൽ ആവത് ചെയ്തു എന്ന് പറയാൻ കഴിയുമല്ലോ കർത്താവേ. അതിനായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ചു തരുന്നു, സമർപ്പിക്കുന്നു. ആ നിലയിൽ എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തെ ഞാൻ നയിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവേ, എന്നെ സഹായിക്കണേ എന്ന് ഒരു സമർപ്പണത്തിലേക്ക് ഇന്ന് എത്ര പേര് വരാനായിട്ട് കഴിയും? നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുകയും കേട്ട വചനങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ഇനി നാളുകൾ ഈ ക്രൂശിന്റെ വഴിയിലൂടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവിന്റെ മരണപുനരുത്ഥാനങ്ങളോട് ആ നിലയിൽ താതാത്മ്യപ്പെട്ടുകൊണ്ട് തന്നെ ഹല്ലേലൂയ ശിഷ്യത്വത്തിന്റെ ഈ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. നല്ല ആഗ്രഹങ്ങളെ ദൈവം മാനിക്കും. നമ്മിലൊരു നല്ല പ്രവൃത്തി തുടങ്ങിയവൻ അത് പൂർത്തിയാക്കും. നമുക്ക് കർത്താവിനെ വിശ്വസിക്കാം, ദൈവത്തിലേക്ക് നോക്കാം, വിശ്വാസത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.